ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരത്തെക്കുറിച്ച് താങ്കളുടെ ഒരു പരാമർശവും കത്തിക്കയറി. അത് ഒരു ജനാധിപത്യ മര്യാദയിൽ നിരക്കുന്നതാണോ? സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്നൊരു പരാമർശമാണ്. സ്വാഭാവികമായിട്ടും അതിൽ ഒരു ആക്ഷേപകരമായ പരാമർശമായി എല്ലാവർക്കും തോന്നാം. എങ്കിലും ഞാനത് പറയാനുണ്ടാക്കിയ കാരണം, ഈ സമരസമിതി നേതാവ് കുറേ ദിവസം മുമ്പ് അവിടെ ആ സമരപ്പന്തലിൽ വെച്ചൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടു ദിവസം വെളുപ്പിനെ 4 മണിക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ അല്ല, ആപ്പിസി വാ എന്ന് പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി അവരുടെ വീട്ടിലെ CCTV ഫുട്ടേജ്, നല്ല ബാക്കപ്പുള്ള ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ ദിവസങ്ങളിലോ ഈ ആഴ്ചകളിലോ ഇങ്ങനെ ഒരാളോ അവിടെ വന്നിട്ടില്ല. അവരത് നേരെ ഈ അപകീർത്തി പരാമർശത്തിനെതിരെ അവർ കേസ് കൊടുത്തു. മറ്റൊന്ന് ഇദ്ദേഹം ഉൾപ്പെടെ ഓർക്കുന്നുണ്ടാകും, വാളയാറിൽ 2 പെൺകുട്ടികളുടെ ആത്മഹത്യ. അന്നെല്ലാവരും അങ്ങോട്ട് വലിയ ബഹളം വെച്ചു. ഈ ആത്മഹത്യയ്ക്ക് കാരണം ഈ അമ്മയെ വിശുദ്ധയാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം രംഗത്ത് വന്നത്. ആ വാളയാർ പെൺകുട്ടികളുടെ വിഷയത്തിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എടുത്തു ചാടി ഈ പറഞ്ഞ സമരനായികയെ അതിൻ്റെ പുറകിൽ നിന്ന ആളാണ്. അവസാനം എവിടെ പോയി? CBI അന്വേഷിക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല, CBI അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. CBI അന്വേഷിച്ചപ്പോഴോ, നേരത്തെ നമ്മൾ ഒരു നാടൻ ഭാഷയെ പറഞ്ഞു കേട്ടുള്ളത്, കണ്ടതിനെക്കാട്ട് വലുത് ആ പൊനത്തിൽ മാളത്തിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞതുപോലെ CBI അന്വേഷിച്ചപ്പോൾ ഈ അമ്മ തന്നെയാണ് അതിൻ്റെ കാരണക്കാരി. ഇപ്പോൾ കുറ്റപത്രം കൊടുത്തിരിക്കുക, അമ്മയെ അറസ്റ്റ് ചെയ്തു. ഈ അമ്മ തന്നെയാണ് കാരണക്കാരി എന്ന് പറഞ്ഞ് ഈ 2 പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്താൻ അമ്മ തന്നെ സഹായിച്ചു. അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അമ്മയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരി എന്ന് പറഞ്ഞിട്ട് അമ്മയും രണ്ടാനച്ഛനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലില്ല. അന്ന് ആ അമ്മയെ പിടിച്ച് കൊണ്ട് നടന്നിട്ട് പിണറായി വിജയൻ്റെ പോലീസ് ഈ അമ്മയ്ക്ക് നീതി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മത്സരിച്ച ധർമ്മടത്തവരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുമ്പ് നിന്ന ആളാണ് ഈ മിനി, ഈ സമരനായിക SUCIയുടെ. കേരളത്തിൽ എവിടെ നടന്ന എല്ലാ കുത്തിത്തിരിപ്പുകളിലും ഈ ഒരു രാഷ്ട്രീയ കാരണം ഇതിന് വലിയ സ്വാധീനമില്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ്. നമ്മുടെ നാഷണൽ ഹൈവേ 66 വലിയ തരത്തിൽ, അതിൽ നിതിൻ ഗഡ്കരി എന്ന് പറഞ്ഞ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയുടെ പങ്കിനെ പറ്റി മുഖ്യമന്ത്രി പോലും വലിയ പ്രശംസിച്ചാണ് പറയുന്നത്. അവിടെ കീഴാറ്റൂരുകൂടി ഈ ഹൈവേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും, അത് കോൺഗ്രസും BJP എല്ലാവരും സമരത്തിലുണ്ടായിരുന്നു. ഈ മിനിയാണ് അവിടെയും ആ സമരത്തിലും നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ട് ഇവിടെ ചെയ്യുന്നത്. ഈ പാർട്ടിയാണ് അതിനകത്ത് നിന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ എല്ലാ നന്മയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ഇടപെടൽ നടത്തുന്ന ഒരു കേരളത്തിൽ ഈ പാർട്ടിയുടെ പ്രസക്തി എന്താ ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്ന കാര്യം. മറ്റെല്ലാ CPMനെ സംബന്ധിച്ചും DYFഐ സംബന്ധിച്ചും ഒക്കെ ആക്ഷേപമുണ്ട്. ബക്കറ്റ് പിരിവുകാരുടെ പാർട്ടിയിൽ നിന്ന് ബക്കറ്റ് പിരിക്കുന്നുണ്ട്, കാരണം ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ പിരിച്ചാലും ആ പൈസ ഏതെങ്കിലും ഒരു പ്രഖ്യാപിത കാര്യത്തിന് വേണ്ടി ഒരു സമരം നടത്താൻ, അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്താൻ, ഒരു യോഗം നടത്താനൊക്കെയാണ് പിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ഏതെങ്കിലും ഒരു പരിപാടി ഈ പാർട്ടിയുടെ നമ്മുടെ നാട്ടുപുറത്ത് എവിടെയെങ്കിലും ജനങ്ങളുടെ ഒരു ജനകീയ വിഷയം എടുത്തുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇതേപോലെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയത്തിന് മാത്രമാണ് ഇവർ വരാറുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അതിനകത്തുള്ളൊരു ഖേദമില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു. ഞാനല്ലാതെ ഒരാളിനെ വ്യക്തിപരമായി അവഹേളിക്കാനല്ല. ഇവരുടെ ഈ ഒരു രാഷ്ട്രീയ നിലപാട് സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടങ്ങളുടെ അതിനെ സൂചിപ്പിക്കുന്ന, അല്ലെ അതിനെ ഉദാഹരിക്കുന്നതാണ് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഈ സമരത്തിന് വലിയ ജനകീയ പിന്തുണയല്ലേ നേടിയിരിക്കുന്നവർ? ഈ സമരം ജനകീയമായി ഇപ്പോൾ ആശാവർക്കർമാരുടെ പേരിലാണ് നടക്കുന്നത്. ആശാവർക്കർമാരുടെ പങ്കാളിത്തം ഓരോ ദിവസവും കുറയും. ഇപ്പം തന്നെ 2 ദിവസത്തിന് മുമ്പ് 550 പേര് സമരപ്പന്തലിൽ നിന്ന് എണീച്ച് പോയി ജോലിക്ക് കയറിയ വാർത്തയും വെളി വരുന്നു. ഇനി ഈ ആശാ സമരത്തിൻ്റെ കാതലെന്താ? മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റാണ് ഈ പറഞ്ഞ ഒരു സ്കീം രാജ്യത്ത് തുടങ്ങിയത്. ആ തുടങ്ങിയ സ്കീമിനകത്ത് വളരെ വ്യക്തമായി അവരെപ്പറ്റി തൊഴിലാളി എന്ന പദം ചേർത്തിരുന്നെങ്കിൽ ഈ ഗതികേടൊന്നും വരില്ലായിരുന്നു. ഇപ്പം ഈ ചില കോൺഗ്രസ്സുകാർ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ് അല്ല ഇവരെ വോളണ്ടിയർന്ന് വിവക്ഷിച്ചത്. ഈ നിയമം കൊണ്ടുവന്ന മൻമോഹൻ സിംഗ് ഗവൺമെൻറ് തന്നെ
ഈ ഹെൽത്ത് വോളണ്ടിയർമാർ എന്നാണ് പറഞ്ഞത്. വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ എന്താ? സന്നദ്ധ പ്രവർത്തനം നടത്തുന്നു. അപ്പോൾ സന്നദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിൽ അവരെ കൊണ്ടുവരാൻ പറ്റുമോ? കേന്ദ്രത്തിൽ UPA ഭരിച്ചു, കേരളത്തിൽ UDF ഭരിച്ച സമയത്ത് പോലും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നടക്കുന്ന VD സതീശനോ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ ഇതൊന്ന് മാറ്റാൻ പറഞ്ഞവർ? ഈ വോളണ്ടിയർ എന്നുള്ള പരാമർശം ഒന്ന് മാറ്റിയ പ്രശ്നം തീരുന്നല്ലോ ഉള്ളൂ. ആ വോളണ്ടിയർ എന്ന പരാമർശം ഇപ്പം തന്നെ കേരളത്തിലെത്താ ഈ വിഷയം. ഇന്ത്യയിലും സിക്കിമാണ് അവർ പറഞ്ഞ കേരളത്തെക്കാട്ടി കൂടുതൽ ശമ്പളം. സിക്കിമിൽ യഥാർത്ഥത്തിൽ 6000 രൂപയുള്ളൂ. കേരളം 7000 രൂപ അവരുടെ ഓണറേറിയം നിശ്ചയിച്ചു കൊടുത്തു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 300 രൂപയായി തുടങ്ങിയതാണിത്. അത് വീണ്ടും VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് 500 ആക്കി വർദ്ധിപ്പിച്ചു. ആ 500-ൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് 1000 ആക്കാൻ വേണ്ടി ഒരു സമരം ഇവിടെ ദീർഘകാലം നടന്നു. VS ശിവകുമാറാ മന്ത്രി. ഒന്ന് ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത ആളുകളാണ് ഇപ്പോൾ ഈ ആശക്കാരുടെ മുതലക്കണ്ണീരൊഴുകി നടക്കുന്നത്. അവസാനം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് 1000 എന്ന് അവസാനം അത് സംബന്ധിച്ച് 5 പൈസ കൊടുത്തില്ല. പിണറായി വിജയൻ 2016 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ചെന്ന് തീരുമാനിച്ച 1000 കുടിശ്ശിക കൊടുത്തത്. ഒരു പൈസ കൊടുത്തില്ല. ആ 1000-ൽ നിന്ന് വീണ്ടും അത് 7000 ആക്കിയത് ഈ ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും അതിനകത്തിൽ 100 കോടി രൂപ ഇൻസെൻറ്റീവിൻ്റെ ഒരു വർഷക്കാലത്ത് കുടിശ്ശിക കിടക്കുക. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവരനുവദിക്കേണ്ടത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി ഏറ്റവും വലിയ കുറ്റക്കാരാണ്? ഈ സ്കീം തുടങ്ങി വെച്ച UPA ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ്. അവരിതിനകത്തിൽ ഹെൽത്ത് വോളണ്ടിയർ എന്ന് എഴുതി വെച്ചു. ആ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം അനുസരിച്ചാണ് ഇതുണ്ട്. അത് ചെയ്തവൻ കേരളവും കേന്ദ്രവും ഒന്നിച്ച് ഭരിച്ചപ്പോൾ പോലും അത് മാറ്റം വരുത്തിയില്ല. ഇപ്പോൾ അതിൽ നിന്ന് മുതലെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആ മുതലെടുപ്പ് രാഷ്ട്രീയത്തെയാണ് ആശാപ്രവർത്തകർ ഇപ്പോൾ അദ്ദേഹം നേരത്തെ ചോദിച്ചൊരു ചോദ്യം. ആ സമരത്തിന് വലിയ ജനപിന്തുണ. കേരളത്തിലെ 14 ജില്ലകളിലും CI2-ൻ്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ തന്നെ 14 ജില്ലകളിലും വലിയ സമരവുമായി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസുകളിലേക്കും അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലേക്ക് പോയി. ഇവിടെ യഥാർത്ഥത്തിൽ 550ഓളം ആശമാർ സമരപ്പന്തലിൽ ഇരുന്നവരിറങ്ങി ജോലിക്കും കയറി. എങ്ങനെയാണ് ജനപിന്തുണ എന്ന് പറയുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും ജനപിന്തുണ കുറയുന്ന, ഇതിനകത്ത് സർക്കാരിനെ സംബന്ധിച്ചോ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോ ഒരു ആശങ്കയുടെയും കാര്യമില്ല. കാരണം ആശാവർക്കർമാരുടെ പിന്തുണ അനുദിനം ഇല്ലാതെ പോയി. ഇത് ഈ SUCI നടത്തുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറി നീക്കമാണ്. അത് ആളുകൾ പതുക്കെ ബോധ്യപ്പെട്ട് അത് പതുക്കെ ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് പോലും പതുക്കെ ഒഴിവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതിനകത്ത് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഈ പറഞ്ഞ തരത്തിൽ ആ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാനായിട്ടുള്ള ഏതെങ്കിലും സമ്മർദ്ദം കേന്ദ്രത്തിൽ അദ്ദേഹം അത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹം സമരപ്പന്തലിൽ വന്നിട്ട് ഷോ കാണിക്കുകയല്ല വേണ്ടത്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിലുള്ള തൻ്റെ സാന്നിധ്യം, തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ വോളണ്ടിയർ എന്ന പദം മാറ്റുക. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. മാറ്റിയാൽ കേരള ഗവൺമെൻറ്, കാരണം ഈ വോളണ്ടിയർക്ക് എനിക്കും സാറിനും ഒക്കെ അറിയാം, നിയമവ്യവസ്ഥയിൽ സന്നദ്ധ പ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കാൻ വ്യവസ്ഥയുണ്ടോ? ഏതെങ്കിലും തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിൽ അവർ വരുമോ? വരാത്ത സമയത്ത് എങ്ങനെ കേരള ഗവൺമെൻറ് ഇത് ചെയ്യാൻ പറ്റും? പിന്നെ കേരള ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കാലകാലങ്ങളിൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഇൻസെൻറ്റീവ് വർധനമല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കേന്ദ്രം ഇത് മാറ്റണം. ഈ വോളണ്ടിയർ എന്ന പദം മാറ്റിയാൽ തന്നെ അവരെ നിർവചിച്ചതിടത്തു നിന്ന് വോളണ്ടിയർ എന്ന പദം മാറ്റിയാൽ തന്നെ അവർ തൊഴിൽ നിയമത്തിൻ്റെ പരിധിയിൽ വരും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ കേരളം മാത്രമല്ല ഇവർക്ക് പുതിയ ശമ്പള നിരക്ക് പ്രഖ്യാപിക്കാൻ ഇന്ത്യ മൊത്തം കൊടുക്കേണ്ടി വരും. കേരളത്തിലെ മാത്രം തൊഴിലാളികളുടെ പ്രശ്നമല്ലോ ഇത്, ദേശീയ തലത്തിലുള്ള എല്ലാ തൊഴിലാളികളുടെയും പ്രശ്നമല്ലേ? അപ്പോൾ കേന്ദ്രത്തിൽ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയായിട്ട് ഉണ്ട്. ഒരു ചർച്ച കഴിഞ്ഞിട്ട് ചെറിയ കാര്യമല്ല. കേന്ദ്ര ഗവൺമെന്റിന് നമ്മളെ ഒറ്റയടിക്ക് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അതാണ് ഇതിനകത്തുള്ള വിഷയം. ഇത് ഏതെങ്കിലും ഒരു വൈകാരികമായി ഇത് കത്തിക്കാൻ എടുത്തുകൊണ്ട് വന്ന സാധനം ഇപ്പം തിരിച്ച് അടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എല്ലാവരുടെയും മുമ്പിലേക്ക് ഇരിക്കുക. നമ്മൾ ഇത് പറയുന്നല്ലോ, ഈ എറിഞ്ഞാൽ തിരിച്ചു വരുന്ന അതെ ബൂമറാങ്, ആ ബൂമറാങ്ങിൻ്റെ അവസ്ഥയിൽ നിൽക്കുകയാണ് മറ്റെല്ലാവരും ഇപ്പോൾ. അല്ല, സുരേഷ് ഗോപി ഇതിനെ കണ്ടത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ കണ്ടേ മതിയാവുമല്ലോ. കാരണം കേരളത്തിലെ ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ കിട്ടിയൊരു വടിയും തരത്തിലാണ് അദ്ദേഹം അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെ പുലിവാലി പിടിച്ചിരിക്കും. ഈ പുലിയുടെ വാലെന്ന് വിട്ടാൽ പുലി തിന്നും, വിട്ടില്ലെങ്കിൽ ജീവിതകാലം മൊത്തം പിടിച്ചുകൊണ്ടിരിക്കും. കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട്. ധരിപ്പിച്ചത് മാറ്റണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.